ഒരു കോയമ്പത്തൂര്. ഒന്നല്ല 2 ടിക്കറ്റ്. നീ എപ്പ കേറി? നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അണ്ണാ ഒരു നിമിഷം. നീ ഇതെങ്ങോട്ടാ? നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ടാ. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാ. ദാ ഇത് കണ്ടോ, ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. എന്നിട്ട് നീ എന്നെ നന്ദി വേണോടാ, നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. എടാ, ഞാനൊരു ലക്ഷ്യത്തിനാ പോണത്. നിന്റെ ഒടുക്കത്തെ കള്ളൂടിയും വൃത്തിയുടെ സംസാരമൊന്നും അവിടെ പറ്റില്ല. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം, ഇപ്പൊ എനിക്ക് കള്ളുടിക്കാൻ തോന്നുമ്പോ ദാ ഈ പച്ചവെള്ളം കുടിക്കും. ചില ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ശുദ്ധമായ വെള്ളം. എടാ, എനിക്കോടെ ടിക്കറ്റ് എറാ. എന്നാച്ചേ? ഞാൻ തരില്ല. ഈ സമയത്ത് കണ്ണിച്ചോരയില്ലാണ്ട് പെരുമാറല്ലേ. നീ എന്ത് പറഞ്ഞാലും എന്റെ ഈ വെള്ളം ഞാൻ തരില്ല. ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. വെള്ളം കണ്ടക്ടർ മടമടാന്ന് കുടിക്കുന്ന കണ്ടില്ലേ? എനിക്കും കൊതിയാവുന്നു. വെള്ളം കിട്ടാതെ ആ സ്ത്രീ ചത്തുപോയിരുന്നെങ്കിൽ ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടേ തീർത്താനെ? ഈ വെള്ളം കുടിച്ചിട്ട് ആ സ്ത്രീ ചത്തുപോയാലോ? സത്യം പറ, അതെന്ത് വെള്ളം? എടാ, ഞാൻ ചാരായത്തിൽ ഏലക്കും കുരുമുളകും ഇഞ്ചിയും ചേർത്ത് സ്വന്തമായിട്ട് വാറ്റിയെടുത്ത മിശ്രിത. നിനക്ക് മണം വരാതിരിക്കാൻ. എടാ, എന്റെ ഈ സാധനത്തിന് ഇങ്ങനെ പോറുണ്ടാടാ. ഇങ്ങോട്ട് പോലെ പറഞ്ഞിട്ട് തിരിഞ്ഞൂടാ. അങ്ങോട്ട് പോടാ, വയറ്റുവാനുള്ളതായിരുന്നു. ഇറങ്ങങ്ങട്. 100 ബാക്കി വെച്ചോളൂ. ബാക്കി വെക്കാനൊന്നുമില്ല, 10 രൂപ കൂടി തരണം, അല്ലെങ്കിൽ തന്നെ ബാക്കി വെച്ചേക്കില്ല. ഇതിലേതാണോ കിഴക്കെടുത്ത് വീട്? കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറേതാ? എന്തിനാ? എടാ, കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? എടാ പൊട്ട, കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവരുടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചുമ്മാ കണ്ടുപിടിക്കാനിപ്പോ സൂര്യൻ നേരെ ഭൂമി. നീ എന്താ കളം വരച്ച് ജയം കളിക്ക? കിഴക്ക് നോക്കി യന്ത്രം. എടാ, കിഴക്കേടത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ച് വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല. അവിടെ ചെന്ന് ചോദിച്ചാ പോരെ. എന്നാ നീ പോയി ചോദിക്കടാ. എന്നവിടെ നിക്ക, ഇപ്പൊ ശരിയാക്കി തരാം. ഇത് തന്നെ കിഴക്കേടത്ത് ഇവന്മാർക്കൊക്കെ ഇത് തുറന്നു വിട്ടു. ഏതാ ഈ മാംസപിണ്ഡം? ചേട്ടാ, ഈ കിഴക്കേടത്ത് ഇവിടെ വന്നിട്ട് കിഴക്കേടത്ത് എന്താ ഒരു പടക്കം പൊട്ടിയ ശബ്ദം? പടക്കം പൊട്ടിയതല്ല, എന്റെ കരണം പൊട്ടിയ ശബ്ദ. അമ്മാതിരി മൂളലും കേൾക്കുന്നുണ്ട്. നീ ആരാ? ഞാൻ കിഴക്കേടത്ത് അന്വേഷിച്ചു വന്നതാ. ഓഹോ, ഇങ്ങ് വന്നേ. നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ? ഏത് കരണത്താ കിട്ടിയത്? അതിർത്തി മാറി കയറിയ ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിച്ചു പഠിച്ചോ. അടിച്ചു പഠിക്കാൻ ഞാൻ സ്കൂളല്ല. എന്താ കിഴക്കേടത്തെന്ന് പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ. അതാണ്ട് അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ. അതെന്താ? ഇവിടെ കിഴക്കേടത്തെന്ന് പറഞ്ഞപ്പോ മുതലേ എനിക്ക് പൊരിഞ്ഞാടിയാടാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പുത്തേഴുത്ത്, ഇത് കിഴക്കേടത്ത്. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു. ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു. അടി തുടങ്ങിക്കോ. ഓടാ, അമ്മയും മകളെ തിരിച്ചറിഞ്ഞൂടാത്തവന്മാരെ. എടാ, ദാണ്ടടാ കള്ളൻ. അവൻ തന്നെ വിഗ്രഹം അടിച്ചോണ്ട് രക്ഷപ്പെടാൻ നോക്ക. ഇതെന്നെ ചാക്കി കയറ്റിയോമാരല്ലേ? വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നതാണ്. അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും.
ദൈവം തുറക്കാനും പറ്റുന്നില്ല. അടുക്കരുത്, കൊന്നോളാം ഞാൻ. പേടിപ്പിക്കാതെടാ. എടാ വാക്കത്തെടുത്ത് വീശടാ. എടാ ആ വീശല്ല, ഇവന്റെ നേരെ വീശ. അത് പറയണ്ടടാ. കാറ്റുണ്ടോടാ? കുറച്ചുകൂടി സ്പീഡിൽ വീശടാ. എടാ പട്ടി, വീശാൻ എന്ന് പറഞ്ഞത് ഇവന് വെട്ടാനാടാ. അത് തെളിച്ച് പറയണ്ടടാ. എന്നെ കൊല്ലരുത്. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ. ഞാൻ എന്തൊരു നീചനാണ്. പാവോടാ, അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. എടാ ഇത് പഞ്ചലോക വിഗ്രഹമാണ്. പൂട്ടിയ കള്ളൻ, കള്ളൻ, കള്ളൻ. ഇവനെന്താ വാതിലടച്ചിട്ടിട്ട് ഇവന്റെ പേര് സ്വയം പൊക്കി പറയണേ. കള്ളനെ പിടിച്ചേ, കള്ളനെ പിടിച്ചേ. മുത്തശ്ശൻ ക്രിസ്മസ് പപ്പായ പോലുണ്ട്. ഓടാ. രണ്ട് അന്തർ സംസ്ഥാന വിഗ്രഹ മോഷ്ടാക്കളെ ഞാൻ ഐതിഹാസികമായി കീഴ്പ്പെടുത്തി ഈ മുറിയിൽ പൂട്ടിയിട്ടുണ്ട്. മോഷ്ടാക്കളോ? വരൂ അങ്ങനെ കൺകുറുക്കെ കാണൂ. ഇതാ തൊണ്ടിയുമായി തെണ്ടികൾ നിൽക്കുന്നത്. കണ്ടാൽ മാന്യന്മാരാണ് തോന്നുന്നു. കയ്യിലിരിപ്പ് മോഷണം. അയ്യോ ഞങ്ങൾ കള്ളന്മാരല്ല. പിന്നെ ഈ വിഗ്രഹം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അത് പിന്നെ ഈയമല്ല, പഞ്ചലോഹം. നിനക്കറിയോ, ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ 1.5 കോടിയാ വില. വെക്കണവിടെ. രവി, ശബരി വിളിക്കണം. ഇവന്മാരെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കണം. പോലീസാ? വെരി ഗുഡ്, അതാ നല്ലത്. കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. വേണ്ട, ചെറുപ്പക്കാരല്ലേ, ഈ 2 കൊടുത്ത് പുറത്തേക്ക് വിട്ടേക്ക്. നീ ആരാന്നുള്ള സത്യം പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഇടിയുള്ളേണ്ടി വരും. ഞാൻ ആരാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും. എങ്കിൽ യുവമാരത്തല്ല നമ്മുടെ പണിക്കാരൊക്കെ ഏർപ്പാടാക്കട്ടെ. വിളിച്ചടിച്ച് നിരത്തടാ. നീ എന്താ കാണിക്കുന്ന? ആൾക്കാര് കണ്ട തെറ്റിദ്ധരിക്കുന്ന എഴുക്കട. പടിയടച്ച് ആനപ്പെട്ട വെക്കുന്നോ? പണിക്ക് വന്ന 2 നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണം ചവിട്ടി പുറത്താക്കിയത്. കള്ളന്മാരെന്ന് ആരോപിച്ചത്. വടക്കാണല്ല. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടെ ഒരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റണത്തിനും അറിയില്ല. അട്ടയ്ക്കണ്ടേ ഇറങ്ങി വാടാ. വക്കീൽ സാറേ, കുഞ്ഞനും കുത്തണ്ട. എടാ തിരുമാലി, എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലേം ചേർത്ത്. എന്താടാ വിളിച്ചു കൂവുന്നേ? 2 ചുണക്കുട്ടികൾ കിഴക്കേടുത്തുകാരെ തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. ഇനി നീ ആണോ ഇറങ്ങി വാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡാടാ പട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ പട്ടി തിണ്ടി റാസ്കൽ. വെരി ഗുഡ്, നല്ല ഫോറിൻ തെറി. എറിഞ്ഞ് കൊല്ലടാ തെണ്ടിയെ. ഇപ്പൊ എടുത്തിട്ടോട്ടാ. കിട്ടി. കിഴക്കേടത്തെ ശത്രുക്കൾ, പുത്തേഴത്തെ മിത്രങ്ങൾ. അവന്മാരേക്ക് വിളി. നിനക്ക് കൂടി പങ്കെടുത്തൂടെ? എടാ അവൻ ഇവിടുന്ന് ഓടിപ്പോ. അങ്ങോട്ട് വരാൻ അങ്ങോട്ട്. പുത്തേഴത്തേക്ക്. എടാ നേരത്തെ അടിയുടെ ബാലൻസേരനാണ്, പോകരുത്. നീ പോടാ. എടാ എന്റെ ലക്ഷ്യത്തിലെത്താൻ പുത്തെഴുത്ത് നീ വാ. ഞാൻ വന്നില്ലെന്ന് വാടാ. എടാ ഞാൻ നേരത്തെ വന്ന് ഇടിയുണ്ട ആളാണെന്ന് പറയണ്ട. മുണ്ടില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല.